ഹലോ സ്റ്റുഡൻസ്, 10ാം ക്ലാസ് എക്സാം റിസൾട്ട് വരാറായി. ഫ്യൂച്ചർ നിങ്ങൾ ഡിസൈഡ് ചെയ്തു. A+ എത്രയും ആയിക്കോട്ടെ, അതല്ല ഇനി നമ്മുടെ ചോദ്യം. നാളെ എന്തെടുക്കും, ഏത് സബ്ജക്റ്റാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്, ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. +1 സംബന്ധിച്ചും നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. സയൻസ് എടുക്കാം, കൊമേഴ്സ് എടുക്കാം, ഹ്യൂമാനിറ്റീസ് എടുക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. സയൻസ് എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ മാത്സ്. കൊമേഴ്സ് എന്ന് പറയുന്ന വിഷയം എന്ന് പറയുന്നത് കംപ്ലീറ്റ് മാത്സിനോട് അല്ലെങ്കിൽ കണക്ക് നമ്പേഴ്സിനോട് ഇഷ്ടപ്പെടുന്ന കുട്ടികളെ സംബന്ധിച്ചോളം കൊമേഴ്സ് ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റാണ്. നേരെ മറിച്ച് സോഷ്യലാണ്, ഹിസ്റ്ററി, ജോഗ്രഫി, ചരിത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം ഹ്യൂമാനിറ്റീസ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഇവിടെ നിങ്ങൾ എത്ര A+ വാങ്ങി അല്ലെങ്കിൽ എത്ര സ്കോർ ചെയ്തു എന്നല്ല എൻ്റെ കാര്യം. നിങ്ങൾക്ക് ഏത് വിഷയമാണ്, ഏത് സബ്ജക്റ്റാണ് ഇഷ്ടം, അതാണോ നിങ്ങൾ സെലക്ട് ചെയ്തത്. ഒരിക്കലും നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ നിങ്ങളുടെ പാരൻസിൻ്റെയോ കയ്യിലാകരുത്. നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ ഡിസിഷൻ ആയിരിക്കും. സോ എനിക്ക് ഈ ഒരു സെഷനിൽ, ഈ ഒരു വീഡിയോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പാരൻസിനോടും പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മക്കളായിട്ടും ഇരുന്ന് സംസാരിക്കുക. അവരുടെ ആഗ്രഹം, അവർക്ക് ഇഷ്ടപ്പെടുന്ന വിഷയം ഏതാണ്, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഏതാണോ, അത് ഒഴിവാക്കിയിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ അവരെ മുന്നോട്ട് പോകാൻ നയിക്കും. തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ അവരുടെ ഫ്യൂച്ചർ ഈസ് ഭയങ്കര വലിയൊരു സക്സസ്, ഹാപ്പിനെസ് ഉള്ള സക്സസ് അവർക്ക് നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മക്കളെ നിർബന്ധിക്കരുത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആഗ്രഹിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെ തീരുമാനത്തിൽ പോകരുത്. നിങ്ങൾ ഡിസൈഡ് ചെയ്യാം. നമുക്ക് സയൻസ് സബ്ജക്റ്റ് സംബന്ധിച്ചോളം, കൊമേഴ്സ് സബ്ജക്റ്റ് സംബന്ധിച്ചോളം, ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് സംബന്ധിച്ചോളം ഓരോന്നിനും അതിൻ്റെതായ ക്വാളിറ്റീസ് ഉണ്ട്. സയൻസ് എടുത്താൽ മാത്രം സൊസൈറ്റിയിൽ വാല്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്താൽ സൊസൈറ്റിയിൽ വാല്യൂ ഇല്ല എന്ന് ആലോചിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും. സോ ഡിസൈഡ് യുവർ ഫ്യൂച്ചർ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻസ്. ലൈഫ് നിങ്ങളുടെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങളുടെ ഡിസിഷൻ അത് നിങ്ങളായിരിക്കും എടുത്തിരിക്കുന്നത്. സോ ബി കെയർഫുൾ, ബി റെഡി ടു ടേക്ക് ഇറ്റ്. ഓക്കെ, ബൈ.